ഹലോ ഗായ്സ്, ഇലക്ട്രോണിക് മലയാളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് എൻ്റെ കയ്യിൽ 2 LED ബൾബുണ്ട്. കേടായ 2 LED ബൾബ്, രണ്ടും ക്രോംപ്റ്റൻ്റെയാണ്. അപ്പോൾ ഇതിൻ്റെ പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഫ്ലിക്കറിംഗ് ആണ് ഇതിൻ്റെ പ്രോബ്ലം എന്ന് പറയുന്നത്. അപ്പോൾ ഓൾറെഡി ഞാൻ ഫ്ലിക്കറിംഗ് ആൻഡ് ബൾബിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കൂടാതെ എക്സ്ട്രാ കിട്ടിയ 2 ബൾബാണിത്. അപ്പോൾ ഇത് നമുക്കൊന്ന് ഫിക്സ് ചെയ്തേക്കാം. അതേ പ്രോബ്ലം തന്നെയാണ് ഇതൊക്കെ നമുക്കൊന്ന് അറിയണമല്ലോ. അപ്പോൾ രണ്ടും ക്രോംപ്റ്റൻ്റെ 9 വോൾട്ട് ബൾബാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് ഒരെണ്ണം റിപ്പയർ ചെയ്യുന്നുള്ളൂ. സെയിം പ്രോസസ്സ് തന്നെ ഞാൻ മറ്റേ ബൾബിനും റിപ്പീറ്റ് ചെയ്യാനേ പോകുന്നുള്ളൂ. അപ്പോൾ ഞാൻ റൂമിലെ ലൈറ്റ് ഒന്ന് ഓഫാക്കിയിട്ട് ആദ്യത്തെ ബൾബ് ഒന്ന് ഓണായി കാണിച്ചു തരാം. ഇതുണ്ടോ, ഒരു ചെറിയൊരു ഗ്ലോ, ചെറിയൊരു വളരെ ഫൈനായിട്ടുള്ളൊരു ലൈറ്റ് പോലെ ഒരു സംഭവം. അതാണ് ഈ ബൾബിൻ്റെ പ്രശ്നം. ഇനി രണ്ടാമത്തെ ബൾബ് ഞാനൊന്ന് കണക്ട് ചെയ്ത് കാണിച്ചു തരാം. 2 ബൾബിനും ഒരേ പ്രശ്നമാണല്ലോ. ഹായ്, ബൾബ് കത്തിയല്ല. പക്ഷേ ഇത് വെറും തോന്നൽ മാത്രമാണേ. നമ്മൾ കണ്ണുകൊണ്ട് കാണുമ്പോൾ ഇത്രയും ബ്രൈറ്റ് അല്ല. ക്യാമറ ഇതിനെ ഓവർ എക്സ്പോസ് ചെയ്യുന്നത്. അതാണ് ലൈറ്റ് തെളിഞ്ഞ പോലെ നമുക്ക് തോന്നുന്നത്. അപ്പം ഈ 2 ബൾബും സെയിം പ്രോബ്ലമാണ്, രണ്ടും ഫ്ലിക്കറിംഗ് ആണ്. ഈ രണ്ടാമത്തെ ബൾബിന് നമുക്ക് ഫ്ലിക്കറിംഗ് അത്ര തോന്നുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ 2 ബൾബിനും ചെയ്യാൻ പോകുന്ന ഒരേ കാര്യമായതുകൊണ്ട് രണ്ടിനെ സെപ്പറേറ്റ് വീഡിയോ ചെയ്യുന്നില്ല. ഒരു ബൾബ് ഞാൻ ഫിക്സ് ചെയ്ത് കാണിക്കാം. അതേ കാര്യം തന്നെ അടുത്തതിനും റിപ്പീറ്റ് ചെയ്യാൻ പോകുന്നു മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ അതിന് ടോപ്പ് ഡിഫ്യൂസർ എലമെൻറ്റ് റിമൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ചെയ്യേണ്ട ഒരു കാര്യം, എപ്പോഴാണെങ്കിലും നിങ്ങൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി LED ബൾബ് കുത്തിയതിന് ശേഷം നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് അതിൻ്റെ 2 ടെർമിനൽസ് തമ്മിൽ ഷോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. കാരണം ഈ തെളിയാത്ത LED ബൾബ് അല്ലെങ്കിൽ ഇങ്ങനെ ഫ്ലിക്കർ ചെയ്യുന്ന LED ബൾബ് അതിൻ്റെയൊക്കെ ഔട്ട്പുട്ടിലുള്ള കപ്പാസിറ്ററിൽ എപ്പോഴും ഒരു ചാർജ് കാണും. കാരണം അത് ഡിസ്ചാർജ് ചെയ്ത് പോകാനുള്ള പാത്ത് അവിടെ കിട്ടുന്നുണ്ടാവില്ല ഫുള്ളായിട്ട്. അപ്പം നമ്മൾ തൊട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ നല്ല അടിപൊളി ഷോക്ക് അതിനകത്ത് കിട്ടും. നമ്മൾ ചത്തുപോകുന്നില്ല, പക്ഷേ നല്ല കറണ്ട് അടിക്കാൻ പറ്റുന്ന രീതിയിൽ, നല്ല കറണ്ട് അടിച്ചു എന്നറിയാൻ പറ്റുന്ന രീതിയിൽ തന്നെ ഷോക്ക് അടിക്കും. അപ്പം നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ കണ്ടോ, ഫസ്റ്റ് നമുക്കൊരു LED ഒരു കറുത്ത ഡോട്ട് സ്പോട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പം എനിക്ക് ഓൾറെഡി LED ബൾബ് സർവീസ് എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് ആ ഒരു LED പോയതാവാനുള്ള ചാൻസ് വളരെയധികം ഹൈ ആണെന്ന് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. അപ്പോൾ അതൊന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങൾക്ക് ഒന്നുകൂടെ കാണിച്ചു തരാം. ഞാൻ ഐസൊലേഷൻ ലെൻസിൽ ഒന്നുകൂടെ കണക്ട് ചെയ്തു. കണ്ടോ, ഇച്ചിരി ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കാണാം ഫ്ലിക്കർ ചെയ്യുന്നത്. പക്ഷേ ഡിഫ്യൂസർ എലമെൻ്റ് ഉള്ളപ്പം ക്യാമറ ഭയങ്കരമായിട്ട് അതിനെ ഓവർ എക്സ്പോസ് ചെയ്യും. അതാണ് കുറച്ച് മുമ്പ് നമ്മൾ നല്ല ബ്രൈറ്റ് ആയിട്ട് തെളിഞ്ഞിരിക്കുന്നത് നമുക്ക് തോന്നിയത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഡ്രൈവർ വോൾട്ടേജ് ഒന്ന് ചെക്ക് ചെയ്യാണ്. ഡ്രൈവർ വർക്കിംഗ് ആണെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. പക്ഷേ എന്നാലും ഒന്നുകൂടെ ചെക്ക് ചെയ്യാണ്. അറൗണ്ട് 110 വോൾട്ട്സ് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പം നിങ്ങൾ കണ്ടല്ലോ, ഐസൊലേഷൻ ട്രാൻസ്ഫോമറിൽ കണക്ട് ചെയ്തപ്പോൾ എല്ലാ LEDയും തെളിയുന്നുണ്ട്. സാധാരണ ഇതിൽ ഇങ്ങനെ ഫ്ലിക്കറിംഗ് ഉള്ള സമയത്ത് അതിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് ആ LED ബൾബ് തന്നെയായിരിക്കും. കാരണം അത് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്ത് പറയാൻ പറ്റും. അത് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഓരോ LEDയും എൻ്റെ ഹോം മെയ്ഡ് LED ടെസ്റ്റർ വെച്ചിട്ട് ഞാൻ ടെസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ കണ്ടോ, ഈ LED ബൾബ് ഒരു ഇത്തിരി വെളിച്ചം കുറവാണ്. ഞാൻ തൊട്ടടുത്തുള്ള 2 LED ബൾബ് തെളിക്കുകയാണ്. ഇതിൻ്റെ ബ്രൈറ്റ്നസ് കണ്ടോ, തൊട്ടിപ്പുറത്തുള്ള ഇതിൻ്റെ ബ്രൈറ്റ്നസ് കണ്ടോ, നല്ല ബ്രൈറ്റായിട്ട് തെളിയുന്നുണ്ട്. പക്ഷേ ഇത് മാത്രം കണ്ടോ, ഒരിത്തിരി ഡിമ്മാണ്, രണ്ടും തമ്മിൽ കമ്പയർ ചെയ്യും. പക്ഷേ തെളിയുന്നുണ്ട്. അതിന് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ സാധനമൊക്കെ ഒരു 9 വോൾട്ടിൻ്റെ LED ബൾബാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ ചെറിയ LED ബൾബാണ്, പക്ഷേ അതിനുള്ളിൽ 3 ചിപ്പുണ്ട്. 3 ചിപ്പിൽ ഏതെങ്കിലും ഒരെണ്ണം കംപ്ലൈൻ്റ് ആയാൽ പോലും ഈ വക പ്രശ്നങ്ങൾ കാണിക്കും. അപ്പോൾ മജോറിറ്റി കേസുകളിൽ അതാണ് ഇഷ്യൂ വരാൻ പോകുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്നത്, നമുക്ക് ആ ഒരു LED ഒന്ന് ബൈപ്പാസ് ചെയ്ത് നോക്കാം. അതിനുവേണ്ടി ഞാൻ ഇവിടെ ഒരു റെസിസ്റ്ററിൻ്റെ കാല് എടുത്തിട്ടുണ്ട്. കട്ട് ചെയ്ത് മിച്ചം വന്നൊരു പീസാണ്, ഒരു മെറ്റൽ പീസാണ്, ഒരു വയറിൻ്റെ പീസായാലും മതി. ഞാൻ ഈ LED കുറച്ച് സോൾഡർ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഒരു യു ഷേപ്പ് ഇതുപോലെ ഫോം ചെയ്തിട്ട് നമുക്കൊരു സാധാരണ അയൺ വെച്ചിട്ട് നമുക്ക് അതിൻ്റെ ലീഡ്സ് തമ്മിലൊന്ന് ഷോർട്ട് ചെയ്ത് നോക്കാം. അപ്പം നമുക്ക് കാണുമ്പോൾ വളരെ എളുപ്പമാണ്. സോൾഡറിങ് അയൺ വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ സോൾഡർ ചെയ്തായിട്ട് നമുക്ക് തോന്നും. പക്ഷേ ഈ SMD റീവർക്ക് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം ഹൈ ടെമ്പറേച്ചർ ആവശ്യമാണ് ഈ വക സാധനങ്ങളിൽ സോൾഡർ പിടിക്കണമെങ്കിൽ. ഒരു സാധാരണഗതിയിൽ നമ്മൾ 20-25 വാട്ട്സിൻ്റെ അയണൊക്കെ വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് തോന്നും സോൾഡറിങ് പിടിച്ചു വന്ന്. പക്ഷേ അത് പിടിച്ചിട്ടുണ്ടാവുകയില്ല. കാരണം ഇതിൻ്റെ താഴെയുള്ള ഹീറ്റ് സിങ്ക് കണ്ടോ, 25 വാട്ട്സിൻ്റെ അയണിൽ നിന്നുള്ള ചൂട് വളരെ പെട്ടെന്ന് ആ സാധനങ്ങൾ വലിച്ച് പുറത്തേക്ക് മാറ്റിക്കളയും. അതുകൊണ്ടൊരു പ്രോബ്ലം തന്നെയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, ഇവിടെ ഒരു മെറ്റാലിക് ലിങ്ക് ഞാനിവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ വീണ്ടും ഐസൊലേഷൻ ട്രാൻസ്ഫോമറിലേക്ക് ഇത് കണക്ട് ചെയ്യുകയാണ്, ഈ ബൾബ്. എന്നിട്ട് നമുക്കൊന്ന് ഓണാക്കി നോക്കാം. അപ്പോൾ ഓണാക്കുന്ന സമയത്ത് അതുപോലെ തന്നെ നിൽക്കുന്നേ ഉള്ളൂ. അതിന് കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, കണ്ടോ, ആ LED ഒരു ചെറിയ കളർ വ്യത്യാസം കാണുകയും ചെയ്യും നിങ്ങൾക്ക്. അപ്പം ആ LEDയിലേക്ക് പ്രോപ്പറായിട്ട് ഇതുവരെ സോൾഡർ പിടിച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം, നല്ലപോലെ ഹീറ്റ് ചെയ്ത് ആ ടെർമിനൽ ഒന്നുകൂടെ ഷോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. കാരണം ഈ വക SMD സോൾഡറിങ് സ്റ്റേഷനിൽ ആ താഴത്തെ അലുമിനിയം ഹീറ്റ് സിങ്ക് നല്ലപോലെ ചൂട് വലിച്ച് പുറത്തേക്ക് കളയും. അതുകൊണ്ട് കുറച്ച് സമയം പിടിക്കും. അപ്പോൾ പ്രോപ്പറായിട്ട് സോൾഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചെക്ക് ചെയ്യാം. ഒന്നുകൂടെ ആ ഒരു ബൾബ് ഒഴികെ ബാക്കി ഫുള്ള് കത്തുന്നുണ്ട്. നമ്മുടെ LED ബൾബ് നമ്മൾ റിപ്പയർ ചെയ്തു. അപ്പോൾ ഇങ്ങനെയുള്ള ഫ്ലിക്കറിങ് പ്രശ്നങ്ങളുണ്ടെങ്കിൽ മജോറിറ്റി കേസുകളിലും ഇതായിരിക്കും അതിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് 9 വോൾട്ട് LED ചെക്ക് ചെയ്യാനുള്ള സൗകര്യം ഇല്ല എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ
റീപ്ലേസ്മെൻറ്റ് ചെയ്യുന്ന ഒരു LED പറ്റി ആലോചിച്ചാൽ മതി. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ആ LED ഷോർട്ട് ചെയ്ത് നമുക്ക് യൂസ് ചെയ്തെടുക്കാൻ പറ്റും. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ ചോദിച്ചോളൂ, ഞാൻ പറഞ്ഞുതരാം. എന്നെക്കൊണ്ട് അറിയുന്നതാണ് ഞാൻ പറഞ്ഞുതരാം. അപ്പം വീഡിയോ കണ്ടതിന് എല്ലാവർക്കും വളരെയധികം നന്ദി.